ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസം 22-ാം തീയതി വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാ കുട്ടികളും അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നൊരു കാര്യം. അപ്പോൾ 22-ാം തീയതിയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു ഡിക്ലറേഷൻ വിജ്ഞാപനം പുറത്തിറക്കുന്നത്. 22-ാം തീയതി മുതൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരവും ഉണ്ട്. അപ്പോൾ എന്താണ് ഇത്തവണത്തെ കേട്ടറ്റ് വിജ്ഞാപനത്തിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മുടെ സുപ്രീം കോടതിയുടെ പുതിയ വേർഡിക്റ്റും അതേപോലെ തന്നെ കേട്ടറ്റ് നിർബന്ധമാക്കിയിട്ടുള്ള ഈ സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ വിജ്ഞാപനത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് 2025 ഡിസംബർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ 2025 ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് നമ്മളൊരു വിജ്ഞാപനം പ്രതീക്ഷിച്ചിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ വലിയ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് വന്ന് അധികം താമസിയാതെ നമുക്ക് അടുത്ത കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേട്ടറ്റ് 4 കാറ്റഗറികളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. നമുക്കറിയാം RT ആക്ടിന്റെ ഭാഗമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരു മിനിമം യോഗ്യത ഉറപ്പാക്കുന്ന പരീക്ഷയാണ് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓരോരോ സംസ്ഥാനങ്ങളുമാണ് നടത്തുന്നത്. അപ്പൊ ഇത്തരത്തില് നമ്മുടെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 4 കാറ്റഗറി: കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4. ഇതിലെ കാറ്റഗറി 1 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, LP സ്കൂളുകളിലേക്കുള്ള അധ്യാപക യോഗ്യതയാണ് കാറ്റഗറി 1 എന്ന് പറയുന്നത്. ഇനി കേട്ടിട്ട് കാറ്റഗറി 2 എന്ന് പറയുന്നത് അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള അധ്യാപക യോഗ്യതയാണ്. കാറ്റഗറി 3 എന്ന് പറയുന്നത് ഹൈസ്കൂളുകളിലേക്കുള്ള അധ്യാപക യോഗ്യതയാണ്. കാറ്റഗറി 4 എന്ന് പറയുന്നത് സ്പെഷ്യൽ ടീച്ചേഴ്സിനും അതേപോലെ തന്നെ ലാംഗ്വേജ് ടീച്ചേഴ്സിനും വേണ്ടിയിട്ടുള്ള അധ്യാപക യോഗ്യതയാണ് കാറ്റഗറി 4 എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ 4 കാറ്റഗറികളിലായിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇളവുകൾ അല്ലെ. ഇപ്പൊ സാധാരണഗതിയിൽ നമുക്കറിയാം ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഇത് കൂടാതെ സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റും ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഏതൊക്കെ ഇളവുകളിൽ നിന്നാണ് കേട്ടിട്ട് കാറ്റഗറി 1 എക്സെപ്ഷണൽ കേസസ് വരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട്. CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി 1-ൽ നിന്നും CTET എലമെന്ററി സ്റ്റേജ് പാസ്സായിട്ടുള്ളവരെ കേട്ടറ്റ് കാറ്റഗറി 2-ൽ നിന്നുമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അതായത് നിങ്ങൾ CTET പ്രൈമറി സ്റ്റേജും അതേപോലെ തന്നെ എലമെന്ററി സ്റ്റേജും പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 2 അതൊരു ഈക്വലൻസി ആണ് അല്ലെ. അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതേപോലെ തന്നെ നെറ്റ്, സെറ്റ്, MPhil, PhD, MEd തുടങ്ങിയിട്ടുള്ള ഉയർന്ന യോഗ്യതകളുള്ള ആളുകളെയും കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ 4 വരെയുള്ള കാറ്റഗറികൾ അല്ലെങ്കിൽ നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ MEd ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിരിക്കണം നിർബന്ധമില്ല. അപ്പൊ MEd ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കും എന്താണ് കേട്ടറ്റ് കാറ്റഗറിയിൽ എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കേട്ടറ്റ് 3 പാസ്സായിട്ടുള്ളവര് കേട്ടറ്റ് 2ഉം അതേപോലെ തന്നെ കേട്ടറ്റ് 1ഉം പാസ്സാവുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരേനെ LP UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് എന്നുള്ളൊരു കേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഇപ്പൊ നമ്മുടെ BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ DLEd പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ വരുന്ന കേട്ടറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനൊന്നും കൂടാതെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു എക്സെപ്ഷണൽ കേസസ് അവിടെ കൊടുത്തിട്ടുണ്ട്. CTET പ്രൈമറി സ്റ്റേജും എലമെന്ററി സ്റ്റേജും പാസ്സായിട്ടുള്ളവര് കേട്ടറ്റ് കാറ്റഗറി 1ഉം 2ഉം എഴുതേണ്ടതില്ല, അവർക്കൊരു ഈക്വലൻസി കിട്ടും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു എക്സെപ്ഷണൽ കേസ് ആയിരുന്നു ഉയർന്ന യോഗ്യതയായിട്ടുള്ള നമ്മുടെ നെറ്റ്, സെറ്റ്, അതേപോലെ തന്നെ MEd, MPhil തുടങ്ങിയിട്ട് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളും കേട്ടിട്ട് നേടുന്നതിൽ നിന്നും എന്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള എക്സെപ്ഷണൽ കേസസ് എല്ലാം തന്നെ എന്തിന്റെ ബേസിലാണ് വരുന്നത്, നമ്മുടെ 1/9/2025 തീയതിയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലെ. ഇപ്പൊ മുന്നേ നമുക്കറിയാം, ഇപ്പൊ UP അല്ലെ, നമ്മുടെ അപ്പർ പ്രൈമറി UP ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു UPST ആയിട്ട് കയറണമെങ്കിൽ നമുക്കൊരു
എന്താ പറയുന്നത് കേട്ടറ്റ് കാറ്റഗറി 2 യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നമുക്ക് UP എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ B.Ed എടുത്ത് പഠിച്ചിട്ടുള്ള ഇപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 3 ക്വാളിഫൈഡ് അല്ലാത്ത ഇപ്പോൾ സെറ്റ്, MPhil, അതേപോലെ തന്നെ നെറ്റ് നേടിയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, UPST എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷെ നിലവിൽ നമ്മുടെ സുപ്രീം കോടതി വിധി അനുസരിച്ച് കേട്ടറ്റ് കാറ്റഗറി 1 LP സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ അത് നിർബന്ധമാണ്. അതേപോലെ തന്നെ കേട്ടറ്റ് 2 അതിനോടൊപ്പം തന്നെ ഡിഗ്രി അല്ലെ, ഡിഗ്രി ഉള്ളവർക്കാണ് കേട്ടറ്റ് 2 അപ്ലൈ ചെയ്ത് UPST ലെവലിൽ പഠിപ്പിക്കാനായിട്ട് പറ്റുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ സുപ്രീം കോടതിയുടെ പുതിയ വേർഡിക്റ്റ് അനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തിയിട്ടുള്ളത് ആ മാറ്റങ്ങൾ എവിടെയും ബാധകമാണ്, കേട്ടറ്റിന്റെ കാര്യത്തിലും ബാധകമാണ്. അവിടെ നമുക്കറിയാം നമ്മൾ B.Ed ക്വാളിഫൈഡ് ആണ്, നമുക്ക് നെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ M.Ed ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടായിരുന്നു, കേട്ടറ്റ് കാറ്റഗറി 2 പാസ്സാവണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് കേട്ടറ്റ് 2 നിർബന്ധമാണ്. അതിൽ തന്നെ കേട്ടറ്റ് 2 എഴുതണമെങ്കിൽ എന്ത് നിർബന്ധമാണ്, അവരുടെ അടിസ്ഥാന യോഗ്യതയിൽ ഡിഗ്രിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളുടെ ബേസിൽ ആണ് പുതിയ കേട്ടറ്റിന്റെ വിജ്ഞാപനം വന്നിട്ടുള്ളത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പൊ നമ്മളൊരു +2 + DLED ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വരാൻ പോകുന്ന കേട്ടറ്റ് കാറ്റഗറി 2 എഴുതാനായിട്ട് പറ്റില്ല. അവർക്ക് കാറ്റഗറി 1 ആണ് എഴുതാൻ പറ്റുന്നത്. കേട്ടറ്റ് കാറ്റഗറി 2 നിങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടാണ് പരാമർശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ കേട്ടറ്റ് എക്സാം നടത്തുന്നത് കേരള പരീക്ഷാ ഭവനാണ്. പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനം വന്നിട്ടുള്ളത് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള കേട്ടറ്റ് കേരള.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലും പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിലും അതേപോലെ തന്നെ SCERT വെബ്സൈറ്റിലും നമ്മുടെ വിജ്ഞാപനം കിടപ്പുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കേട്ടറ്റ്, അതേപോലെ തന്നെ അടിസ്ഥാന യോഗ്യത എന്താണ്, പരീക്ഷാ ഘടന എങ്ങനെയാണ് വരുന്നത്, എന്താണ് സിലബസ് എന്നതിനെ പറ്റിയിട്ട് ഓരോ കാറ്റഗറിനെയും പറ്റിയിട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു വിജ്ഞാപനം നമ്മുടെ സൈറ്റുകളിൽ കിടപ്പുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ വായിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും. അതും നമ്മുടെ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വിജ്ഞാപനം വായിക്കാത്തത് മൂലം പരീക്ഷാർത്ഥികൾ വരുത്തുന്ന പിഴവുകൾക്ക് പരീക്ഷാ ഭവൻ ഉത്തരവാദിയായിരിക്കില്ല. നമ്മുടെ ഡിക്ലറേഷനിൽ കൃത്യമായിട്ട് അടിസ്ഥാന യോഗ്യതകൾ കൊടുത്തിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1 എഴുതാനായിട്ടുള്ള അടിസ്ഥാന യോഗ്യത, കേട്ടറ്റ് കാറ്റഗറി 2 എഴുതാനായിട്ടുള്ള അടിസ്ഥാന യോഗ്യത, 3 എഴുതാനുള്ളത്, 4 എഴുതാനുള്ളത്. അടിസ്ഥാന യോഗ്യതകള് അതേപോലെ തന്നെ ആർക്കൊക്കെയാണ് അതിൽ ഇളവുകൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി എഴുതാനായിട്ടുള്ള അടിസ്ഥാന യോഗ്യതയുണ്ടോ എന്നുറപ്പാക്കിയതിനു ശേഷം എന്ത് ചെയ്യാം, കേട്ടറ്റ് എക്സാം അപ്ലൈ ചെയ്യുക. ഇനി ഓരോ വിഭാഗത്തിന്റെയും അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഇതില് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും അതേപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികൾക്കും അവരുടെ ഫീസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. ഓക്കെ, അപ്പൊ സാധാരണ കുട്ടികൾക്ക് 500 രൂപയാണ് വരുന്നത്. അതിൽ എക്സെപ്ഷണൽ കേസ് വരുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കുമാണ് ഫീസിൽ ഇളവ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒന്നും നമ്മൾ പരീക്ഷാഭവനിലേക്ക് അയച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഓൺലൈൻ ത്രൂ ആണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട വെബ്സൈറ്റുകൾ മുഖേനയാണ് നമ്മുടെ അപേക്ഷകൾ നമ്മൾ സമർപ്പിക്കുന്നത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രിന്റ് ഔട്ടോ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകളോ ഒന്നും തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പരീക്ഷാ ഭവനിലേക്ക് അയച്ചു കൊടുക്കേണ്ടതില്ല. ഓക്കെ, ഇനി ഏതൊക്കെ ദിവസങ്ങളാണ് നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്? അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടുത്ത കേട്ടറ്റ് എക്സാമിനെ കുറിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ഡിസംബർ 22-നാണ്. 2025 ഡിസംബർ 22-നാണ്. അന്ന് മുതൽ തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് ഡിസംബർ മാസം 30-ാം തീയതിയാണ്. അപ്പൊ വളരെ ഏകദേശം ഒരു 8 ദിവസത്തെ ഒരു സമയമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. 22-ാം തീയതി മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 30-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഫീസ് അടയ്ക്കാനുള്ള സമയം വരുന്നതും 30-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ അവസാന സമയത്തേക്ക് എന്ത് ചെയ്യണ്ട, മാറ്റി വെക്കേണ്ട. പെട്ടെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ കേട്ടിട്ട് എക്സാം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ചെയ്യാം. ചിലപ്പോൾ അവസാന സമയമൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലും നമ്മുടെ നെറ്റ്വർക്കിന്റെ കാര്യമാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തടസ്സപ്പെടും. അപ്പോൾ അവസാന ദിവസങ്ങളിലേക്ക് വെക്കേണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു വിജ്ഞാപനം വായിച്ച് ഇതിൽ ഏതൊക്കെ കാറ്റഗറി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും
അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി ഫൈനൽ പ്രിന്റ് എടുക്കുന്നതിനുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് 30-ാം തീയതിയാണ്. ഇനി നമ്മൾ കൊടുത്ത വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ 30-ാം തീയതിക്ക് ശേഷമായിരിക്കും അതിനൊരു ഡേറ്റ് വരുന്നത്. തെറ്റുകൾ തിരുത്താനായിട്ടുള്ള ഒരു ഡേറ്റ്, നമ്മുടെ ഫോട്ടോ അതേപോലെ തന്നെ നമ്മൾ ഡോക്യുമെന്റ്സ് സമർപ്പിച്ചതിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ തിരുത്താനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 30-ാം തീയതിക്ക് ശേഷമായിരിക്കും. അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല, അതിവിടെ കൊടുത്തിട്ടില്ല. മേ ബി അങ്ങനെ തെറ്റ് തിരുത്താനുള്ള ഒരു സമയം വരും. ഓക്കെ, അത് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അപേക്ഷ സമർപ്പിക്കുമ്പോൾ തെറ്റുകളൊന്നും തന്നെ വരുത്തേണ്ട. ഇനി ഹാൾ ടിക്കറ്റുകൾ എന്നാണ് നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്? 11-ാം തീയതി, അതായത് നമ്മുടെ ഫെബ്രുവരി 11-ാം തീയതിയാണ് നമ്മുടെ ഹാൾ ടിക്കറ്റുകൾ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി എക്സാമിന്റെ ഡേറ്റും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, വിജ്ഞാപനത്തിന്റെ കൂടെ വന്നിട്ടുണ്ട്. കേട്ടിട്ട് കാറ്റഗറി 1-ന് 21-ാം തീയതി, ഫെബ്രുവരി 21-ാം തീയതിയാണ് മോർണിംഗ് 10 മണി മുതൽ 12:30 വരെയാണ് എക്സാം വരുന്നത്. കേട്ടിട്ട് കാറ്റഗറി 2 ഫെബ്രുവരി 21-ാം തീയതി 2 മണി മുതൽ 4:30 വരെയാണ് എക്സാം ഉള്ളത്. 2.5 മണിക്കൂറാണ് എക്സാമിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി കേട്ടിട്ട് കാറ്റഗറി 3-യും കാറ്റഗറി 4-ഉം വരുന്നത് 23-ാം തീയതിയാണ് അല്ലെ. അപ്പൊ സാധാരണഗതിയിൽ ശനിയും ഞായറുമാണ് നമുക്ക് എക്സാം വന്ന് കണ്ടിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ തവണത്തെ എക്സാമും അങ്ങനെ തന്നെ ആയിരുന്നു അല്ലെ. സാധാരണഗതിയിൽ അടുപ്പിച്ചടുപ്പിച്ച ദിവസങ്ങളിലാണ് എക്സാം ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത്തവണ നമുക്കറിയാം നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഫെബ്രുവരി 22-നാണ്. അപ്പൊ ആ ഒരു ഡേറ്റ് ഇല്ലാതെയാണ് ഇവിടെ 21-ഉം 23-ഉം കൊടുത്തിട്ടുള്ളത്. അപ്പൊ 22-ാം തീയതി ഇതിനിപ്പം കേട്ടിട്ട് കാറ്റഗറി 3 എഴുതുന്ന കുട്ടികൾ സെറ്റ് എഴുതുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ 2 എക്സാമും എന്ത് ചെയ്യുക, ഒരേപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എക്സാമിന്റെ ഡേറ്റ് മറന്നു പോവണ്ട, 21/2/2026, അതേപോലെ തന്നെ 23/2/26-നാണ് നമ്മുടെ നിലവിൽ തന്നിട്ടുള്ള പരീക്ഷയുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റും കൊടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഇത്തവണ നമ്മുടെ പരീക്ഷാ ഭവൻ അടുത്ത കേട്ടറ്റിന്റെ ഡിക്ലറേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു അപേക്ഷാർത്ഥി എത്ര കാറ്റഗറി അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവര് ഒരു തവണ മാത്രം എന്ത് ചെയ്താൽ മതി, അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ. ഞാൻ കാറ്റഗറി 1 എഴുതുന്നുണ്ട്, 2 എഴുതുന്നുണ്ട്, എന്നാൽ പിന്നെ 2 തവണ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു സിസ്റ്റം നിലവിലില്ല. നമ്മൾ എത്ര കാറ്റഗറിയാണോ എഴുതുന്നത് അത് എത്ര എണ്ണമാണെങ്കിലും ഒരു അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതി. പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. ഇനി രണ്ടാമതായിട്ട് വരുന്നത്, നമ്മൾ പറഞ്ഞു അപേക്ഷ ഓൺലൈൻ മാത്രമാണ് സമർപ്പിക്കേണ്ടത്. നമ്മൾ പരീക്ഷാ ഭവനിലേക്ക് നമ്മുടെ വിവരങ്ങൾ, ഡോക്യുമെന്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കേണ്ടതില്ല. മറിച്ച് ഓൺലൈൻ ആയിട്ടാണ് എല്ലാം സമർപ്പിക്കേണ്ടത്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷാർത്ഥിയുടെ പേര്, ജനന തീയതി, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കാസ്റ്റ്, കാറ്റഗറി, ഭിന്നശേഷി സംവരണം ഉണ്ടെങ്കിൽ അത് തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും തെറ്റുകൂടാതെ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അവിടെ കൃത്യമായിട്ട് വിജ്ഞാപനത്തിൽ തെറ്റുകൂടാതെ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പൊ തെറ്റുകൾ തിരുത്താനായിട്ട് അവിടെ ഒരു സമയം നമുക്ക് നിർബന്ധമായിട്ടും കൊടുത്തിട്ടില്ല, അതിനുള്ളൊരു സമയം അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ മിക്കവരും എന്ത് ചെയ്യാം, മാക്സിമം തെറ്റുകൾ വരുത്താതെ നിങ്ങളുടെ പേരിന്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങളുടെ കാസ്റ്റ് ഏതാണ്, കാറ്റഗറി ഏതൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതേപോലെ തന്നെ റിസർവേഷൻ ഉള്ള കാറ്റഗറി ആണെങ്കിൽ അത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള വിവരങ്ങളാണ് അല്ലെ. അതൊന്നും എന്ത് ചെയ്യരുത്, തെറ്റുകൂടാതെ വേണം രേഖപ്പെടുത്താനായിട്ട്. ഇനി നമുക്കറിയാം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോട്ടോ നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പൊ ഈ ഫോട്ടോയ്ക്ക് ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഫോട്ടോ സമർപ്പിക്കേണ്ടത്, അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, ഫോട്ടോയില് പരീക്ഷാർത്ഥിയുടെ പേരോ അതല്ലെങ്കിൽ ഫോട്ടോ എടുത്ത തീയതിയോ രേഖപ്പെടുത്തേണ്ടതില്ല. ഇതിന് മുന്നത്തെ വരെയുള്ള നോട്ടിഫിക്കേഷനിൽ നമ്മുടെ ഫോട്ടോയിലെ പേരും അതേപോലെ തന്നെ തീയതിയും രേഖപ്പെടുത്തണമായിരുന്നു. പക്ഷെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഫോട്ടോയിൽ എന്ത് വരാൻ പാടില്ല, പരീക്ഷാർത്ഥിയുടെ പേരും അതേപോലെ തന്നെ തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല. ഇനി ഫോട്ടോയിൽ KPSCയുടെയോ അല്ലെങ്കിൽ മറ്റ് സീലുകളോ ഉണ്ടാവാനായിട്ട് പാടില്ല. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിരിക്കണം. ഫോട്ടോ വളരെ കൃത്യമായിരിക്കണം അല്ലെ, വളരെ വ്യക്തമായിട്ടൊരു ഫോട്ടോയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ എടുത്തിട്ടുള്ള സെൽഫിയോ മറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ നമ്മളെ ക്രോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോകളോ അല്ല കൊടുക്കേണ്ടത്. വളരെ വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചറാണ് ആഡ് ചെയ്യേണ്ടത്. പുതിയ ഫോട്ടോ എന്ത് ചെയ്യണം,
അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വർഷങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യരുത്. കറന്റ് ആയിട്ട് അല്ലെങ്കിൽ പുതിയ ഫോട്ടോ തന്നെ മാക്സിമം എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കണം. അപ്പൊ ഇത്രയും മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിന്നും നിർബന്ധമായും ഒരു ഐഡന്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് ആയതിന്റെ നമ്പർ രേഖപ്പെടുത്തേണ്ടതും പ്രസ്തുത ID കാർഡിന്റെ അസൽ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർക്ക് പരിശോധനയ്ക്കായി നൽകേണ്ടതും ID കാർഡ് ഹാജരാക്കാത്തവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതുമല്ല. അതായത് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഒരു പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് മിക്കവരും ആധാർ കാർഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആധാർ കാർഡിന്റെ നമ്പർ നമ്മൾ എന്ത് ചെയ്യും, അത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുക്കും. അപ്പോൾ ഇത്തരത്തില് ഏത് ID നമ്പർ ആണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ചിലവർ പാസ്പോർട്ടിന്റെ നമ്പർ ആയിരിക്കും, ചിലവർ പാൻ കാർഡിന്റെ നമ്പർ ആയിരിക്കും, ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, ID കാർഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏത് ഐഡന്റിറ്റി കാർഡാണോ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ളത്, അതേ ഐഡന്റിറ്റി കാർഡ് നമ്മൾ എവിടെ കൊണ്ടുപോകണം, പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകണം. ആ കാർഡാണ് ഇൻവിജിലേറ്റർ പരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡ് ഉപയോഗിച്ചു, പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ആധാർ കാർഡ് എടുത്തില്ല, പാൻ കാർഡാണ് എടുത്തത്. അങ്ങനെ വരാൻ പാടില്ല. ഐഡികൾ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. എങ്കിലേ ഇൻവിജിലേറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ID കാർഡ് എടുക്കാത്ത കുട്ടികളെ പരീക്ഷ എഴുതാനായിട്ട് അനുവദിക്കില്ല. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് പരിശോധിച്ച ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. അല്ലെ, ഫൈനലായിട്ട് നമ്മൾ സബ്മിഷൻ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കൊടുത്തിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന് അവനവൻ തന്നെ ഉറപ്പുവരുത്തണം. പരീക്ഷാ ഫീസ് ഓൺലൈൻ മുഖാന്തിരം SBI പേയ്മെന്റ് വഴി കൊടുക്കാവുന്നതും ഫൈനൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അല്ലെ, ഇപ്പൊ ഫൈനൽ പ്രിന്റ് ഔട്ട് നമുക്ക് കിട്ടും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പേയ്മെന്റ് നടത്തിയതിന്റെയും ഫൈനൽ പ്രിന്റ് ഔട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതെന്ത് ചെയ്യണം, നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ID. ഇത് നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണം. അല്ലെ, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതാണ്. കാരണം തുടർന്ന് വരുന്ന പ്രൊഫൈൽ സേവനങ്ങൾക്ക് നമുക്കിപ്പോൾ നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ID ആവശ്യമാണ്. അപ്പം അതെന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ സൂക്ഷിച്ചു വെക്കണം. ഫീസ് സംബന്ധിച്ചുള്ള പരാതികൾക്ക് അവരവരുടെ മാതൃ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പരിഹരിക്കാം. ഫീസ് അടയ്ക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, വിജ്ഞാപനം വ്യക്തമായി വായിച്ചു മനസ്സിലാക്കി കൃത്യമായ യോഗ്യതയുണ്ടെന്ന് കാണുന്ന പക്ഷം മാത്രം അപേക്ഷ സമർപ്പിക്കാം. ഇപ്പൊ നമുക്കറിയാം, മുന്നേ നമ്മൾ പറഞ്ഞു അല്ലെ, +2 DLED യോഗ്യതയുള്ള ആൾക്ക് കേട്ടറ്റ് 2 അപ്ലൈ ചെയ്യായിരുന്നു. പക്ഷെ നിലവിൽ നമുക്ക് +2 + DLED ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേട്ടറ്റ് കാറ്റഗറി 2 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ ഡിഗ്രി കമ്പൽസറി ആണ്. അപ്പൊ അത്തരത്തിൽ പുതിയ മാറ്റങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി ഏത് കാറ്റഗറി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, കേട്ടറ്റ് പരീക്ഷകൾക്ക് മുന്നോടിയായി അപേക്ഷാർത്ഥികൾ സമർപ്പിച്ച വിവരങ്ങൾ പരിശോധിക്കപ്പെടാത്തതിനാൽ കൃത്യമായ അടിസ്ഥാന യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതും പരീക്ഷ വിജയിച്ചു കഴിഞ്ഞാലും വിജ്ഞാപന പ്രകാരം യോഗ്യത ഉള്ളതായി കാണാത്ത പക്ഷം അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷകയെ കേട്ടറ്റ് വേരിഫിക്കേഷൻ നടത്തി കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകാത്തതുമാണ്. അപ്പൊ ഇത്തരത്തില് നമ്മൾ വിജ്ഞാപനം ശരിക്കും വായിച്ചില്ല, നമ്മൾ അപ്ലൈ ചെയ്തു, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നല്ലപോലെ പഠിച്ചു, പരീക്ഷ നമ്മൾ ക്വാളിഫൈ ചെയ്തു. പക്ഷേ ഇവിടെ വെരിഫിക്കേഷൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് അടിസ്ഥാന യോഗ്യതകളില്ലെങ്കിൽ അവിടെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരില്ല. നമ്മൾ വീണ്ടും കേട്ടറ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത കേട്ടറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട. നല്ലപോലെ എന്ത് ചെയ്യാം, വിജ്ഞാപനം വായിച്ചു നോക്കുക. അതിനോടൊപ്പം തന്നെ എനിക്കുള്ള യോഗ്യത എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ ഏത് കാറ്റഗറി അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ട് കൊടുത്തിട്ടുള്ളത്, അപേക്ഷ സമർപ്പണ സമയത്ത് ഉപയോഗിക്കുന്ന ഫോട്ടോ തന്നെയാണ് നിങ്ങൾ കേട്ടറ്റ് സർട്ടിഫിക്കറ്റിലും ഉൾപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ പരീക്ഷാർത്ഥിയെ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നതിനാൽ വിജ്ഞാപന പ്രകാരമുള്ള ഫോട്ടോ മാത്രം ഉപയോഗിക്കുക. വിജ്ഞാപനത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ, സീലുകൾ ഉണ്ടാവാൻ പാടില്ല, പേരുണ്ടാവാൻ പാടില്ല, തീയതി ഉണ്ടായിരിക്കാൻ പാടില്ല, ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, സെൽഫി പാടില്ല തുടങ്ങിയിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഫോട്ടോ കൊടുത്തിട്ട് വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട്. ഇനി ആ ഫോട്ടോയാണ് നമ്മുടെ കേട്ടറ്റ് സർട്ടിഫിക്കറ്റിൽ
വരിക. അപ്പോൾ അത് ശരിയായ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം. അപ്പം ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്ന നമ്മുടെ കേട്ടറ്റിന് നോട്ടിഫിക്കേഷൻ വന്നു. കുറേ കുട്ടികൾ നമ്മളോടാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ്, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ പോരെ അല്ലേ, പരീക്ഷാവിൻ്റെ കേസാണ്, സമയം ഉണ്ടാവും എന്നുള്ള രീതിയിൽ. പക്ഷേ അധികം വൈകാതെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു. കൃത്യമായിട്ട് എന്നാണ് എക്സാം നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും ഒരു ഐഡിയ തന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ശരിയായ രീതിയിൽ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ. തെറ്റുകളൊന്നും വരുത്താതെ അപേക്ഷകൾ സമർപ്പിക്കുക. അവസാനം, അതായത് ഡിസംബർ അവസാനം വരെ എന്ത് ചെയ്യണ്ട, വെയിറ്റ് ചെയ്യണ്ട. മാക്സിമം നേരത്തെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫീസ് ശരിയായ രീതിയിൽ കൊടുക്കുക, ഡീറ്റെയിൽസ് ശരിയായ രീതിയിൽ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപേക്ഷ സമർപ്പിച്ചാൽ മാത്രം പോരാ അല്ലേ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും ശരിയായ രീതിയിൽ നടത്തണം. ഇനിയുള്ള ഒരു 2 മാസം അല്ലേ, ഏകദേശം ഒരു 2 മാസം തന്നെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ആ 2 മാസം എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് പുല്ല് പോലെ ഈ പരീക്ഷ പാസ്സാക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ കേട്ടറ്റ് നിർബന്ധമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അധികം വൈകാതെ തന്നെ എന്ത് ചെയ്യാം, കേട്ടിട്ട് നേടിയെടുക്കാനായിട്ട് നോക്കാം. സർവീസിലിരിക്കുന്നവർക്കും ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും എഴുതാനായിട്ടുള്ള കോമൺ എക്സാം ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പുതിയ വിധി അനുസരിച്ച് സർവീസിലുള്ള ഒരുപാട് പേര് ഈ ഒരു കേട്ടറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ ജോലി ഉറപ്പാക്കുന്ന ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അപ്പം അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസും സർവീസിലിരിക്കുന്നവരും ഇനി സർവീസിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്നവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തുടങ്ങും. നമ്മുടെ സൈലം ടീച്ചിങ് എക്സാംസ് കേട്ടറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1-നും കേട്ടറ്റ് കാറ്റഗറി 2-നും കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങൾക്കാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആണ്. സിലബസ് അനുസരിച്ചുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ടു പഠിക്കാം. അതുകൂടാതെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു റിവിഷനാണ് ഇവിടെ ലൈവ് ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാം വരെയും നമുക്ക് കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നമുക്കൊരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യാം, റിവിഷൻ നല്ലപോലെ നടത്താം. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് ഈ വരുന്ന ഒരു കേട്ടറ്റ് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രോഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത കേട്ടറ്റ് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നല്ലപോലെ പഠിക്കുക. താങ്ക്